പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ 3-ാമത്തെ ശനിയാഴ്ചയിലേക്ക്, മറ്റൊരു വീക്കെൻഡിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഓരോ ദിനവും നാം അനുഭവിക്കുന്ന സകല നന്മകൾക്കും നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. 2 Corinthians chapter 4 verse 4 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരുണയാൽ തങ്ങൾക്ക് ലഭിക്കപ്പെട്ട സുവിശേഷം ഒട്ടും മാലിന്യം ചേർക്കാതെ, മായം ചേർക്കാതെ മറ്റുള്ളവർക്ക് നൽകുന്നതിനെ കുറിച്ച് പൗലോസ് വ്യക്തമാക്കും. ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേകതരം ആൾക്കാർക്കാണ്. പിശാചിന്റെ അടിമത്വത്തിൽ ഉള്ളവർക്ക് മാത്രമാണ്. അതിന്റെ ഒരു വ്യക്തമായ വിവരണമാണ് 4-ാം വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനം. അതെ, ഈ സുവിശേഷത്തിൽ കൂടെ മാനവ ലോകത്തിന് പ്രകാശനം അഥവാ വെളിച്ചം ലഭ്യമാകും. കാരണം യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അതെ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇനി ഇരുളിലല്ല, അവൻ വെളിച്ചത്തിന്റെ മക്കളായി തീരും. അങ്ങനെ പറഞ്ഞ യേശുവിൽ വിശ്വസിച്ച് വെളിച്ചത്തിന്റെ മക്കൾ ആയി തീരാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം, അതായത് പിശാച്, അതെ, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇനി അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നത് എങ്ങനെയാണ്? പ്രത്യേക ഏതെങ്കിലും മാജിക്കാണോ? പൊടി വിതറിയാണോ? ഏത് നിലയിലാണ് മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മിലോട്ട് ദൈവകൃപയുടെ പ്രകാശം, ആ സത്യവെളിച്ചം കയറാതിരിപ്പാൻ ദുരുപദേശങ്ങളാൽ, ദുർചിന്തകളാൽ, സംശയ വിചാരങ്ങളാൽ പിശാച് നമ്മളെ ബ്ലോക്ക് ചെയ്യും. അതിന്റെ ഉദാഹരണം നമ്മളൊക്കെ കടന്നു പോകുന്നത് തന്നെയാണ്. ഒരു ദിവസം 3 മണിക്കൂറോ 5 മണിക്കൂറോ സോഷ്യൽ മീഡിയയിലും മൊബൈലിലും ടിവിയിലും ഇരിക്കുന്നതിന് നമുക്കൊരു വിഷമവുമില്ല, ഒരു സങ്കടവുമില്ല, ഒരു ക്ഷീണമില്ല, രോഗമില്ല, നടുവിന് വേദനയില്ല, കണ്ണിന് പ്രശ്നമില്ല, തലവേദനയില്ല. പക്ഷേ നല്ല 2 പാട്ട് പാടി, 2 വേദപുസ്തക അല്ലെ അധ്യായം വായിച്ച് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനിരുന്നാൽ ലോകത്തിലെങ്ങുമില്ലാത്ത ക്ഷീണം, വേദന, പ്രയാസം, ആകമാനം ബോറിങ്, ബുദ്ധിമുട്ട്. ദൈവാലയത്തിൽ ആരാധന തുടങ്ങുന്നത് 10 മണിക്കാണെങ്കിൽ ആ 10 മണിക്കല്ല ചെല്ലുന്ന 10:30. അന്നേരം മുതൽ നമ്മളാകെ ബുദ്ധിമുട്ടില്ല. ആരാധന എത്രയും പെട്ടെന്ന് തീർന്ന് മടങ്ങിപ്പോരാനുള്ള വ്യഗ്രതയില്ല, അതിനോട് താല്പര്യമില്ല, ഒരു വിധത്തിലും സന്തോഷമില്ല. നമ്മുടെ മാനസികാവസ്ഥ മാറുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് പിശാച് കുരുടാക്കുകയാണ്. ആത്മീയത്തിൽ നിന്നും, ദൈവകൃപയിൽ നിന്നും, ആത്മീയ ശുശ്രൂഷയിൽ നിന്നും പിശാച് നമ്മളെ പിന്നോട്ട് വലിക്കുകയാണ്.
അതെ, നമ്മുടെ ഉള്ളിൽ പ്രകാശം ലഭിക്കുന്നതൊന്നും പിശാച് അനുവദിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ചിന്തിക്കണം. മേൽ പറയപ്പെട്ട നിലകളിൽ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് വ്യക്തിപരമായോ കുടുംബത്തിലോ ആരാധനയിലോ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം, നിങ്ങളെയും പിശാച് കുരുടാക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെയും പിശാച് പല വിധത്തിൽ ബുദ്ധിമുട്ടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷത്തിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കയറത്തക്കവണ്ണം ദൈവജനമേ, ഞാനും നിങ്ങളും ഒരുങ്ങണം, പ്രാർത്ഥനയോടെ മുന്നേറണം. പിശാചിന്റെ ഒരു പിടിക്കും ഇടം കൊടുക്കരുത്. ദൈവകൃപയോടെ മുന്നേറുവാൻ ഇടയാകണം. അതുകൊണ്ട് അവരവർ ചിന്തിക്കുക, എന്റെ ജീവിതം ദൈവകൃപയോടെ നിറഞ്ഞു നിൽക്കണം. സ്വർഗീയ പ്രകാശം എന്നിൽ പകരുവാനാണ് സ്വർഗത്തിലെ ദൈവം തന്റെ ഓമന കുമാരനെ ഭൂമിയിലേക്ക് അയച്ചത്. ആ പ്രകാശനം എന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിപ്പാനുള്ള ഉയരത്തിലെ ഒരു പ്രത്യേക കൃപ, ശക്തി എന്നിൽ പകരും. അത് പിശാചിന് ഇഷ്ടമല്ല. കാരണം നാം സ്വസ്ഥമായും സമാധാനമായും സന്തോഷത്തോടെയും ഇരിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതിനെതിരെ പിശാച് നമ്മുടെ മനസ്സിനെ കുരുടാക്കും, നമ്മുടെ മനസ്സിനെ മടുപ്പിക്കും. വേണ്ടാത്ത ചിന്തകൾ, വ്യാകുലങ്ങൾ, ഭാരങ്ങൾ, അമിത ചിന്തകൾ, അങ്ങനെയുള്ള സംശയ വിചാരങ്ങൾ വന്ന് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ട്, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട്, ദൈവകൃപയിൽ നിന്നും അന്യപ്പെട്ട് നാം ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. അതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാണ്, അതിന് ഇടം കൊടുക്കാതെ സുവിശേഷത്തിന്റെ വെളിച്ചത്താൽ നാം വെളിച്ചമുള്ളവരാകണം. ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുകയും നമ്മുടെ മനസ്സ് കുരുടാക്കുവാൻ പിശാചിന് ഒരു വിധത്തിനും വിട്ടുകൊടുക്കുവാനും പാടില്ല. അതെ, ഇന്നത്തെ ദിനം, ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം നമ്മെ സ്വയം ശോധനയ്ക്ക് ഒരുക്കാം. മനസ്സ് കുരുടാകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ പോ പിശാചേ എന്ന് പറഞ്ഞ് സ്വർഗീയ വെളിച്ചമാകുന്ന സുവിശേഷം, യേശുവാകുന്ന നല്ല വാർത്തയാകുന്ന ലോകത്തിന്റെ വെളിച്ചത്തെ, ലോകരക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളും വെച്ച് സാക്ഷ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിത ഉടമകളായി ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അപ്പാ, ഞങ്ങളുടെ ഉള്ളിലേക്ക് സ്വർഗീയ പ്രകാശം തമ്പുരാൻ നൽകുമ്പോൾ ആ പ്രകാശത്തിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ പിശാച് ഞങ്ങളുടെ മനസ്സിനെ പല വിധങ്ങളിൽ കുരുടാക്കി ദൈവകൃപയിൽ നിന്നും അന്യപ്പെടുത്തുമെന്ന് പൗലോസിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവയെക്കുറിച്ച് ബോധമുള്ളവരായി, അറിവുള്ളവരായി അതിനെ പ്രതിരോധിപ്പാൻ ദൈവശക്തി പ്രാപിക്കുവാൻ ഇടയാകണമേ. ഇന്നത്തെ വചനപ്രകാരം ഞങ്ങൾ സ്വയം ശോധന ചെയ്ത് ദൈവകൃപയോടെ ഞങ്ങളെ ചുവടുകളെ വെക്കുവാൻ സഹായിക്കണം. എല്ലാ നിലകളിലും ദൈവകൃപയിൽ മാത്രം നിലകൊള്ളുവാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണമേ. ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും അനേകരെ ദൈവരാജ്യത്തിന്റെ അംശങ്ങളാക്കുവാനും ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിന്റെ കുരുടുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുവാൻ ഇടയാകട്ടെ. മേൽ പ്രസ്താവിക്കപ്പെട്ട ദുർചിന്തകളാൽ നമ്മുടെ മനസ്സാകുലപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് സുവിശേഷമാകുന്ന നിത്യവെളിച്ചത്തെ പ്രവേശിപ്പിച്ച് ഇരുളിനെ അകറ്റിക്കളഞ്ഞ് ദൈവകൃപയോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും പ്രകാശപൂരിതമായി ദൈവകൃപയോടെ ജീവിപ്പാൻ
സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.